നമ്മളെല്ലാവരും ദിവസവും UPI പേയ്മെൻറ്റ് ചെയ്യുന്നവരാണ്. അതിനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള ആപ്ലിക്കേഷൻസ്. പക്ഷേ ഒരുപാട് ആളുകൾ പരാതി പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് മാസം ഒരു നിശ്ചിത തുക ഇങ്ങനെ കട്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ്. ഇതെങ്ങനെ ചെക്ക് ചെയ്യാം, എവിടുന്നാണ് പൈസ കട്ടാകുന്നത്, എങ്ങനെ ഇത് ഒഴിവാക്കാം എന്ന് പല ആളുകൾക്കും അറിയില്ല. എന്നാൽ ആപ്ലിക്കേഷൻ്റെ അകത്ത് പോകാതെ തന്നെ നമുക്ക് ഇത് ഒരു സ്ഥലത്ത് പോയിട്ട് ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങളുടെ UPI പേയ്മെൻറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതുമാകട്ടെ, ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എങ്ങനെ ഈ പൈസ കട്ടാവുന്നു, ഏത് രൂപത്തിലാണ് ഈ പൈസ പോകുന്നത് എന്നൊക്കെ. അവിടെ നിന്ന് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഇത് നിർത്തിവെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് വേണ്ട എങ്കിൽ മൊത്തത്തിൽ ഒഴിവാക്കാനുള്ള ഓപ്ഷനും അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം, എങ്ങനെ ഒഴിവാക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിന് വേണ്ടി ഇവിടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് NPCI എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾക്കിത് ലഭിക്കുന്നില്ല എങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് ഈ സൈറ്റിലെത്താം. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമേഴ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, UPI കംപ്ലൈൻറ്റ് എന്ന ഭാഗം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന UPI ആപ്ലിക്കേഷനിൽ ബാങ്കുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ടാകുമല്ലോ, ആ നമ്പർ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ആ ഒരു ക്യാപ്ച കൂടി കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ആ ഒരു ചെക്ക് ബോക്സ് ഉണ്ടല്ലോ, അവിടെ ഒരു ടിക്ക് മാർക്കും കൂടി കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ UPI ID-യിൽ നിന്നും പൈസ കട്ടാകുന്നുണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇതാ കണ്ടോ, ഇവിടെ 5000 രൂപ ആക്റ്റീവാണ്. ഇത് മാസം ഇങ്ങനെ കട്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒഴിവാക്കാം. ഇവിടെ പോസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് താൽക്കാലികമായിട്ട് നമുക്കത് നിർത്തിവെക്കാം, അല്ലെങ്കിൽ റിവോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. റിവോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഏത് വഴിയാണ് പോകുന്നത്, എന്താണ് ഇതിൻ്റെ സംഭവം എന്നൊക്കെ കൃത്യമായിട്ട് ഇതാ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഗൂഗിൾ പേ വഴിയാണ് ഈ ഒരു പൈസ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഇത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ആ ഒരു കോളം ഉണ്ടല്ലോ, അവിടെ ടൈപ്പ് ചെയ്യണ ഒരു കോളമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് പൈസ കട്ടാകുന്നത് നമുക്ക് താല്പര്യമില്ല എന്ന കാര്യത്തിനാണ് നമ്മളിവിടെ കൺഫേം കൊടുക്കുന്നത്. ഓക്കെ, കൺഫേം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടെ തന്നെ സെൻഡ് ബട്ടൺ ഉണ്ടല്ലോ, ആ ഒരു ആരോ മാർക്ക്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെൻഡ് കൊടുക്കുക. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ദാ ഇവിടെ മറ്റൊരു പേജ് ഓപ്പൺ ആയി വന്നു. ഇവിടെ QR കോഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഓപ്പൺ ലിങ്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ നിങ്ങളുടെ ആ ഒരു UPI ആപ്പ് തന്നെ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇത് നിങ്ങൾ ഫിംഗർ എന്താണ് കൊടുത്തിട്ടുള്ളത് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇതാ കണ്ടോ, ഇവിടെ നമുക്കിത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അവിടെ കാണുന്ന ക്യാൻസൽ ഓട്ടോ പേ എന്ന ഭാഗം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു UPI ആപ്പിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ കോഡ് എന്താണ് കൊടുത്തിട്ടുള്ളത് അത് അവിടെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ മതി. നിങ്ങളുടെ ആ ഒരു മാസം പൈസ ഇങ്ങനെ അനാവശ്യമായിട്ട് കട്ടാകുന്നത് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് തടയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ കാണിക്കുന്ന രൂപത്തിൽ തന്നെ കൃത്യമായിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇങ്ങനെ കട്ടായി പോകുന്നുണ്ടാകുക. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ഒഴിവാക്കാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.